ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ 5 സ്റ്റാർ ഹോട്ടലുള്ള എവിടെയാണ്? കേരളത്തിലാണ്. പുറത്തുനിന്നുള്ള ആളുകൾ കേരളത്തിലേക്ക് വരണം. മറ്റ് സ്റ്റേറ്റിൽ നിന്നുള്ള ആളുകളും മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളും കൂടി വന്നു നിന്ന് ജോലി ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് കേരളത്തിൻ്റെ കാര്യങ്ങൾ എത്തും. നിങ്ങൾക്കൊരു സമാധാനമൊക്കെയുള്ള നിങ്ങൾക്ക് അമ്പലത്തിൽ പോകാനും പള്ളിയിൽ പോകാനും ബീഫ് കഴിക്കാനും ഇറച്ചി കഴിക്കാനും മീൻ കഴിക്കാനും കഴിക്കാതിരിക്കാനും ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഇപ്പോൾ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. കേരളത്തിൽ ധാരാളം ആളുകൾ തിരിച്ചു വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. സ്പോർട്സും കൾച്ചറുമാണ് അടുത്ത 2-3 ദശാബ്ദത്തിലെ ഏറ്റവും വലിയ റിസോഴ്സ് ഉണ്ടാക്കാൻ പോകുന്നതെന്നാണ് പറയുന്നത്. ഗവൺമെൻറ്റിൻ്റെ ഒത്തിരി ഇനീഷ്യേറ്റീവ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കുറേ കാര്യങ്ങൾ. അതേപോലെ തന്നെ എന്തായിരിക്കും സാറിന് നമ്മുടെ ഓഡിയൻസിനോട് പറയാനുള്ള ഒരു അഡ്വൈസ് കേരളത്തിൻ്റെ ഉയർച്ചയ്ക്കും ഇതിലൂടെ അവർക്ക് ബിസിനസ് ഉണ്ടാക്കാനും അവരുടെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള? ഞാൻ പറയുന്നത് കേരളത്തിൻ്റെ 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വേണം. ഒന്ന്, നമ്മുടെ ജീറിയാട്രിക് പോപ്പുലേഷൻ കൂടുകയാണ്. ആയുസ് വർദ്ധിക്കുന്നുണ്ട്, വളരെ നല്ല കാര്യമാണ്. നമ്മൾ കേരളത്തിൽ ഇത്രയും നല്ല ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള പ്രത്യേക കെയറും കെയർ എക്കണോമിയും കൊടുക്കേണ്ടി വരും. നമ്മുടെ മറുപ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനസംഖ്യ കുറയുകയാണ്. ജപ്പാനിൻ്റെ 1.5 എന്ന് പറയുന്ന റേറ്റിലേക്ക് നമ്മൾ 1.4 എത്തും. 1.7 എങ്ങാണ്ടേ ഉള്ളൂ ഇപ്പോൾ നമ്മുടെ ആ ഗ്രോത്ത് റേറ്റിൻ്റെ. അപ്പം 6 ലക്ഷത്തിൽ നിന്ന് കുട്ടികളുടെ ജനനം 3 ലക്ഷത്തിൽ താഴെയായി മാറി. അപ്പോൾ ഈ ആളുകളെല്ലാം എവിടെയും പോകാൻ പറ്റത്തില്ല. ഇവിടുത്തെ സൗകര്യങ്ങൾ ഉപയോഗിച്ച് ഇവിടെ നല്ലപോലെ വരുമാനം ജോലി ഉണ്ടാക്കാൻ പറ്റും. പുറത്തുനിന്നുള്ള ആളുകൾ കേരളത്തിലേക്ക് വരണം. ഞാൻ പറയുന്നത് പുറത്തുനിന്നുള്ള ആളുകൾ ഇന്ത്യയിലേക്ക് റിവേഴ്സ് മൈഗ്രേഷൻ മാത്രമല്ല, മറ്റ് സ്റ്റേറ്റിൽ നിന്നുള്ള ആളുകളും മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളും കൂടി വന്നു നിന്ന് ജോലി ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് കേരളത്തിൻ്റെ കാര്യങ്ങൾ എത്തും. ഇത് ഞാൻ പറയുമ്പം, ഞാൻ ആദ്യം മന്ത്രിയായ വർഷം ബഡ്ജറ്റ് സ്പീച്ചിൻ്റെ മുമ്പ് ഇത് പറയുമ്പോൾ എന്നെ പ്രതിപക്ഷം ഉൾപ്പെടെ ഇതൊക്കെ എന്തൊരു സ്വപ്നമാണ്, ഇവിടുന്ന് എല്ലാവരും പുറത്തേക്ക് പോവുകയാണ് എന്താന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. കേരളത്തിൽ ധാരാളം ആളുകൾ തിരിച്ചു വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഞാനിപ്പോൾ പറയുന്നു, കേരളത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ സാധ്യത ഇവിടെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇത്രയും നല്ല ക്ലൈമറ്റുള്ള നല്ല സ്ഥലമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പം ആളുകളുണ്ട്, പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്റ്റേറ്റുമാണ്. അത് വളരെ പ്രധാനമാണ്. നിങ്ങൾക്കൊരു സമാധാനമൊക്കെയുള്ള നിങ്ങൾക്ക് അമ്പലത്തിൽ പോകാനും പള്ളിയിൽ പോകാനും ബീഫ് കഴിക്കാനും ഇറച്ചി കഴിക്കാനും മീൻ കഴിക്കാനും കഴിക്കാതിരിക്കാനും ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സാംസ്കാരികമായും സാമൂഹ്യമായിട്ടും ഒക്കെയുള്ള ഒരു അന്തരീക്ഷമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലം, നല്ല ക്ലൈമറ്റ്, താരതമ്യേന പൊതുവിൽ നല്ല വെൽ ബിഹേവ്ഡ് ആയിട്ടുള്ള ആളുകൾ, കുറച്ചുകൂടി ഫ്രണ്ട്ലി ആവണം. അവരെല്ലാം കൂടെ വരുന്ന തരത്തിലേക്ക് ഒരു അന്തരീക്ഷം എന്ന നിലയിൽ നമുക്ക് ലോകത്ത് എവിടുന്നും ആൾ വരാം. ഇപ്പം തന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ 5 സ്റ്റാർ ഹോട്ടലുള്ള എവിടെയാണ്? കേരളത്തിലാണ്. കഴിഞ്ഞ ദിവസം ഞാൻ തിരുവനന്തപുരത്ത് 5 സ്റ്റാർ ഹോട്ടൽ CM ഉദ്ഘാടനം ഞങ്ങളെല്ലാം ഉണ്ടായിരുന്നു. 4 അവിടെ വരുന്നു. കൊച്ചിയിൽ എത്ര വരുന്നു? വയനാട് 1500-ലധികം നല്ല റിസോർട്ടുകളുണ്ട്. സോ ടൂറിസത്തിൻ്റെ സാധ്യത, ഇതുപോലുള്ള സാധ്യതകൾ നമുക്ക് ധാരാളമുണ്ട്. അപ്പോൾ ഇവിടുന്ന് ലോകത്ത് എവിടുന്ന് വന്നിട്ട് വേണമെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്ക് ഇപ്പോൾ ഓൺലൈനാണല്ലോ, ഡിജിറ്റലാണല്ലോ, വർക്ക് ഫ്രം ഹോം ഉണ്ട്. നമുക്കിപ്പോൾ ഞങ്ങൾ തുടങ്ങുന്നു വർക്ക് ഫ്രം എ ടൂറിസ്റ്റ് പ്ലേസ് കേരളത്തിൽ പറ്റും. അപ്പോൾ ഇങ്ങനെ പല സാധ്യതകൾ നമുക്കുണ്ട്. അപ്പോൾ ലോകത്തു നിന്നെല്ലാം ഇവിടേക്ക് കേന്ദ്രീകരിക്കാനും എന്ന് പറഞ്ഞാൽ പല ആൾക്കും വന്ന് ജോലി ചെയ്യാൻ പറ്റും, തിരിച്ചു പോകാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥിതിയിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. അതിന് വേണ്ടത് നമുക്കൊരു കമ്മിറ്റ്മെൻറ്റും നമ്മുടെ എക്സ്പീരിയൻസ് ഉപയോഗിച്ച് ഇവിടെ ചെയ്യാനും കുറച്ചുകൂടി ഇൻവെസ്റ്റ്മെൻറ്റ് വരണം, ഇത്ര സൗകര്യങ്ങൾ വരണം. ആ സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് ഷെയർ മാർക്കറ്റിലും മ്യൂച്വൽ ഫണ്ടിലും ഇടുന്നത് ഒരു ഭാഗമാണ്. അത് മാത്രമല്ല, ശരിക്കും കോൺക്രീറ്റ് ആയിട്ടുള്ള സ്ഥാപനങ്ങൾ വരണം. അതായത് സ്ഥാപനങ്ങൾക്ക് ഫണ്ട് കിട്ടിയാലേ ചെയ്യാൻ പറ്റത്തില്ല. ഉള്ളൂ. അപ്പോൾ നല്ല സ്ഥാപനങ്ങൾ, അവർക്ക് ഇപ്പം സ്പോർട്സും കൾച്ചറുമാണ് അടുത്ത ദശാബ്ദത്തിലെ അടുത്ത 2-3 ദശാബ്ദത്തിലെ ഏറ്റവും വലിയ റിസോഴ്സ് ഉണ്ടാക്കാൻ പോകുന്നതെന്നാണ് പറയുന്നത്. കറക്റ്റ്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ IPL-ഉം എല്ലാം. അപ്പോൾ നമ്മൾ സ്പോർട്സ്, ആർട്സ്, അതിൽ നമുക്കുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്കൊക്കെയുള്ള സാധ്യതകൾ നന്നായി ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് പിന്നെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളുള്ള അപ്പുറമുള്ള പ്രൊപ്പോർഷനിലേക്ക് കേരളത്തിൽ ഗ്രോത്ത് സ്കോപ്പ് ഉണ്ട്. നമ്മൾ ഒരുമിച്ച് നിൽക്കണം, നമ്മുടെ നാട്ടിലെ ആളുകൾ. അതിനകത്തൊക്കെ വ്യക്തിപരമായ താല്പര്യങ്ങളും രാഷ്ട്രീയമൊക്കെ ഉണ്ടാവും. പക്ഷേ കേരളത്തിൻ്റെ പൊതുക്കാര്യങ്ങളിൽ ചെറിയ ചെറിയ കാര്യങ്ങളുടെ പിന്നാലെ പോയി തർക്കം ഉണ്ടാക്കി ഇല്ലാത്ത കാര്യം പറഞ്ഞ് നമ്മൾ കേരളത്തെ പറ്റി പറയുന്നത് ഈ ഞണ്ടിൻ്റെ മാനസികാവസ്ഥ എന്ന് പറയുമല്ലോ, വലിച്ചത്. അതല്ല, അത് നമുക്ക് കുറച്ചുകൂടി നന്നായി ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.